വെറും 3 ചേരുവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഒരു വൈകുന്നേരം സ്നാക്കൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമ്മുടെ വീട്ടിലെപ്പോഴുള്ള 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിന് ഒരു നുള്ള് ഉപ്പും ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒരു 1/4 കപ്പിന് താഴെയായിട്ട് മതിയാവും. പാകം നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. മുട്ടൊക്കെ ചേർത്തത് കാരണം അത്യാവശ്യം ഒരു ലൂസിലാണ് ഉണ്ടാവുക. ഒരുപാട് ലൂസായിട്ട് പോവുകയും ചെയ്യരുത്. ചെറിയൊരു കട്ടിക്ക് വേണം ഈ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമാണ് സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഓരോ തവി മാവായിട്ട് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുകളിലേക്കായിട്ട് ഇതുപോലെ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ള എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്യും. ഇനി ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ച് കിട്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 ഭാഗവും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു പലഹാരത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ നല്ല ചൂടുള്ള ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഈ ഒരു സ്നാക്കിന് കോരി വീഴ്ത്തിയപ്പം എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പേര് വിളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പണ്ട് തൊട്ടേ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി പോരുന്ന ഒരു പലഹാരം കൂടിയാണ്. ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതിയായിരുന്നു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു. മുട്ടൊക്കെ ചേർത്ത് കാരണം ഉൾഭാഗമൊക്കെ നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം തന്നെയാണ്.